ദുബായിൽ ഷെയറിംഗ് അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നതിനും വാടകയ്ക്കെടുത്ത കെട്ടിടങ്ങൾ മറ്റുള്ളവർക്ക് അനുമതിയില്ലാതെ കൊടുക്കുന്നതിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി അധികൃതർ അറിയിച്ചു. പുതിയ നിയമം ഓഗസ്റ്റ് 26 മുതൽ പ്രാബല്യത്തിൽ വരും. താമസ സ്ഥലങ്ങൾ ഷെയറിംഗിന് നൽകാൻ മുനിസിപ്പാലിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമാക്കും. ദുബായിൽ ഓഗസ്റ്റ് 26 മുതൽ ഒന്നിലധികം കുടുംബങ്ങൾ ചേർന്നോ ബാച്ചിലർമാരും കുടുംബങ്ങളും ചേർന്ന് ഒരേ ഫ്ളാറ്റിൽ താമസിക്കുന്നതിന് പ്രത്യേക അനുമതി നേടണം. തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ ഒഴികെയുള്ള താമസ സ്ഥലങ്ങൾക്കെല്ലാം പുതിയ നിയമം ബാധകമായിരിക്കും. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക ലൈസൻസോ അനുമതിയില്ലാതെ ഒരു കെട്ടിടവും താമസത്തിനായി ഷെയർ ചെയ്യാൻ പാടില്ല. ഫ്ളാറ്റ് ഉടമയുടെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ വാടകക്കാരൻ മറ്റൊരാൾക്ക് റൂമോ ബെഡ് സ്പേസോ വാടകയ്ക്ക് നൽകുന്നതും കുറ്റകരമാണ്. ഒരു മുറിയിൽ നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നതിന് വിലക്കുണ്ട്. നിലവിൽ ഇത്തരത്തിൽ താമസിക്കുന്നവർക്ക് നിയമവിധേയമായ രീതിയിലേക്ക് മാറാൻ 1 വർഷത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള ലീസിംഗ്, മാനേജ്ഡ് ലീസിംഗ്, കമ്പനി വഴിയുള്ള സബ് ലെറ്റിംഗ് എന്നിങ്ങനെ 3 രീതികളാണ് ഷെയറിംഗ് താമസ ക്രമീകരണങ്ങൾക്ക് സാധ്യമാവുക. വാടകക്കാർക്ക് മറ്റു കക്ഷികൾക്കോ അതിന്റെ ഏതെങ്കിലും ഭാഗം സബ് ലീസ് ചെയ്യാൻ അനുവാദമില്ല. നിയമലംഘകർക്ക് 500 മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. ജനം, ദുബായ്.